ഹായ് ഓൾ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ദോശമാവൊക്കെ ബാക്കിയുള്ളതുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കാണുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഒന്നല്ല രണ്ടല്ല 3 സ്നാക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശമാവൊക്കെ നല്ലൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് ആശ്വാസമൊക്കെ ഉള്ള പാത്രത്തിൽ കാട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ലേശം കടലപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. പിന്നെ പാകത്തിന് ഉപ്പും 1 സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു നുള്ളി അപ്പക്കാരും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദോശമാവ് ഒരു 2-3 ദിവസത്തെ പുളിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പക്കാരത്തിൻ്റെ ആവശ്യമില്ല. ഇത് ഇന്നലത്തെ മാവാണ്. അപ്പോൾ അതിന് പുളിപ്പൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ലേശം കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കായപ്പൊടി നമുക്ക് മുന്തി നിൽക്കണം. അപ്പോൾ കായപ്പൊടി ഇട്ടുകാണ്ട് നന്നായി ആ വെള്ളത്തിൽ തന്നെ നന്നായി കുഴച്ചെടുക്കുകയാണ്. നമുക്ക് തിക്കായ ഒരു മാവാട്ടെ നമുക്ക് കിട്ടേണ്ടത്. കുറച്ച് മൈദപ്പൊടി കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ചുകൂടി മൈദപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും കടലപ്പൊടിയോ മൈദപ്പൊടി ഏതെങ്കിലും ഒന്നുള്ളെങ്കിൽ അതായാലും മതി. എന്നാലും കടലപ്പൊടിയാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് കൈ വെച്ച് കാണാൻ നന്നായി ഒന്നുകൊണ്ട് കുഴച്ചെടുക്കുക. അപ്പോഴേ അതിൻ്റെ ഒരു പരുവുണ്ടായി വരുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും ഒക്കെ അതിലുണ്ട്. പാകത്തിന് പിടിക്കണമെങ്കിൽ കൈ വെച്ച് കാണാൻ തന്നെ ഇട്ട നല്ലത്. നമ്മളെ കൈനോളം നല്ലത് വേറൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നല്ലൊന്ന് 2 മിനിറ്റ് നേരം ഒന്ന് തിരുമ്മി നന്നായിട്ട് പതാക്കിക്കാണ്ട് നമ്മൾ വെച്ചിക്കണേ. അപ്പോൾ നമ്മളതൊന്ന് മൂടി വെക്കുക. അപ്പോൾ നമുക്ക് പൊരിക്കാനുള്ളതൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 2 പൊണ്ണങ്കായുണ്ട്. പിന്നെ ഒരു ഉരുളൻകിഴങ്ങും 2 ബീറ്റ്റൂട്ടും ഞാൻ എടുത്തുക്കണേ. ഒരു ക്യാരറ്റും എടുത്തുക്കണേ കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് പൊരിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. എല്ലാത്തിനും ഒരേ മാവ് മതി. അപ്പോൾ അതൊക്കെ തോലൊക്കെ ചെത്തിക്കാണ്ട് ഒക്കെ റെഡിയാക്കി വെച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു തിന്നായിട്ടുള്ള ഒരു കട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതുമ്മൽ വെച്ച് വരുത്തുമ്പോൾ സ്ലൈസർമ്മൽ വെച്ച് കാണ്ടിട്ട് ആക്കുമ്പോൾ നന്നായിട്ട് കട്ടി കുറഞ്ഞ് കിട്ടിക്കോളൂ. ഏറ്റവും കട്ടി കുറഞ്ഞാട്ടോ നല്ലത്. അങ്ങനെ ഒരു ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കാണ്ട് അതിൽ നമ്മൾ ഇതൊന്ന് ഇട്ട് വെക്കുകയാണ്. അപ്പം ഞാൻ അതിരാവിലേക്ക് കാൽച്ചായക്കാട്ട ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാം ഉണ്ടാക്കുകയും ചെയ്ത്. പിന്നെ നമ്മൾ ചായ നാസ്ത കഴിക്കണമെങ്കിൽ കുറച്ച് സമയമാവും. 9-10 മണിയൊക്കെ ആവലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിരാവിലാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കാണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അതിലേക്ക് എടുക്കട്ടെ. അപ്പം നമ്മളെ ഉരുളൻകിഴങ്ങ് കാണിട്ടത് അതും അതേപോലെ തിന്നാക്കി കാണ്ട് തന്നെ ഉണ്ട് ചെത്തിയെടുക്കുക. ഇതൊന്നും ആരും അങ്ങനെ ചെയ്ത് കാണില്ല. അത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഒരു ഉരുളൻകിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്കൊരു നേരത്തെ ചായക്കടിക്ക് ഉണ്ടാവും. അതിന് വലിയ ചിലവൊന്നുമില്ല. ഈ മാവിനൊന്നും ഇപ്പോൾ വലിയ ചിലവുള്ളതൊന്നുമില്ലല്ലോ. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് കണ്ടിട്ടുള്ള മാവ് ഒക്കെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബീറ്റ്റൂട്ടും അങ്ങനെയാണ് ചെത്തിയെടുത്തേക്കണേ. പിന്നെ ബീറ്റ്റൂട്ട് ഇങ്ങനെ നീളത്തിൽ അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. ഇങ്ങനെ ആകുമ്പോൾ നന്നായി കട്ടി കുറഞ്ഞിട്ട് അരിഞ്ഞ് കിട്ടിക്കോളൂ. അപ്പോൾ അതും എല്ലാം അങ്ങനെ തന്നെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കാണ്ട് അതിൽ വെച്ചിക്കുകയാണ്. എന്നെങ്കിൽ അതിൻ്റെ ഒരു പച്ചച്ചോയ ഉണ്ടാവും ഇതിനൊക്കെ. ആ ടേസ്റ്റ് വിടണമെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് വരണമെങ്കിൽ ഒരു വെന്ത് കിട്ടണം. അപ്പോൾ അതിനാണ് ഈ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെക്കേണ്ടത്. ആ കറിയൊക്കെ ഒന്നാണ് പോയി കിട്ടാൻ. അപ്പോൾ നമ്മളതൊക്കെ ഒന്നുകൊണ്ട് വാരി വെച്ചിക്കണം കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ട് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ വെച്ചുകാണ്ട് ഓയിൽ വെച്ചുകാണ്ട് ആദ്യം നമ്മൾ കായണ്ട് പൊരിച്ചെടുക്കട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് നമ്മളെ വീട്ടിലത്തെ കടികളും ഒക്കെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കണ കാലല്ലേ. ഇതിനൊന്നും വലിയ പണിയൊന്നുമില്ല. ഇത് ഏതെങ്കിലും ഒരു സാധനം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്നാണ് മാവ് ഉണ്ടാക്കുക. കുട്ടികൾ സ്കൂളൊക്കെ ഇട്ട് വരുന്ന നേരത്തെ പെട്ടെന്നാണ് മാവ് ഉണ്ടാക്കുക. ചട്ടിക്ക് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലാണ്ട് ചുവന്ന് വന്നിക്കണേ. അപ്പോൾ നമ്മളത് കോരിയെടുക്കുക. ഒരുവിധ ആൾക്കാർക്കൊക്കെ ബജ്ജി അറിയിക്കാരോ. എന്നാലും ഇതിൽപ്പെട്ട ഉരുളൻകിഴങ്ങ് ഇതൊന്നും അങ്ങനെ ആരും ഉണ്ടാക്കലുണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിനും നമ്മളൊരു മാവാക്കി കണ്ട് എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളൊരു ചട്ടിനി ആയിക്ക് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്. അപ്പം നമ്മൾ ഉരുളൻകിഴങ്ങ് ആട്ട പൊരിക്കേണ്ടത്. അപ്പം ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒക്കെ കുറേശ്ശെ കണ്ട് പൊരിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഉരുളൻകിഴങ്ങൊക്കെ കട്ടില്ലാതായിട്ടേ ഉണ്ടെന്ന് തന്നെ അറിയണമെന്നില്ല.
വേഗം നല്ലൊരു വെന്ത് കിട്ടണമുണ്ട്. നല്ല കട്ടി കുറഞ്ഞല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണവും കൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാനും ഒക്കെ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കൂട്ടുകാരി ഇത് ചിക്കൻ ബിരിയാണീൻ്റെ ലഗോൺ ചിക്കൻ ബിരിയാണീൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞിനി. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തതുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് അതിക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിട്ട കൂട്ടുകാരി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളൊന്ന് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത്. അപ്പോൾ ഞാനിനി ഈ ബീറ്റ്റൂട്ട് ഇട്ടത് ആ ബീറ്റ്റൂട്ടിന് കുറച്ചും കൂടി മുളക് പൊടിയും കുറച്ചും കൂടി കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീറ്റ്റൂട്ട് ഒരു മധുരല്ലേ, അപ്പോൾ ലേശം കൂടി മുളക് പൊടിയൊക്കെ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ ഇട്ടുകാണ്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചിക്കണേ. അപ്പോൾ ഇതൊക്കെ ചൂടോടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചൂടോടൊക്കെ ആ നെരിച്ചില്ലാണ്ട് കഴിക്കാനേ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ അതിക്കൊരു നല്ലൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടാ. തക്കാളിയും പിന്നെ ഇത് മല്ലിച്ചപ്പവും ഈ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഇട്ടുകാണ്ട് നല്ലൊരു ചട്ടിനി ഉണ്ടാക്കി. അപ്പോൾ അതൊരു ഇറ്റിച്ചുമ്പോൾ തമിഴന്മാരുമാതിരി കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബീറ്റ്റൂട്ട് ബജ്ജി മിടായിക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളെ ഗ്രൂപ്പുക്കും ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുക്കും ഒക്കെ ഒന്നിട്ട് കാണാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്നും ഒരു ലൈക്ക് തന്നാലും നമുക്ക് വലിയൊരു ഉപകാരം. ഇനി ലൈക്ക് ഉണ്ടെങ്കിൽ ആ വീഡിയോ യൂട്യൂബിന് നമ്മളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അല്ല ഞാൻ അച്ഛനക്ക് ആ വീഡിയോ അടക്കം എടുക്കും. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു കാര്യമുള്ളൂ കേട്ടോ. ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് കാണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ചീൻചട്ടി ആട്ട വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് ഏറ്റവും നല്ലത്. ഈ ഫ്രൈ പാനിൻ്റെ ചട്ടിനെക്കാട്ടൊക്കെ ഇരുമ്പിൻ്റെ ചീൻചട്ടി ആയാലും ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടി ഒരു വീട്ടിൽ നല്ലതാട്ടാ. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പം നമ്മൾ അതൊക്കെ ഉണ്ട് നല്ല ഉണ്ട് ചുവന്ന് വരുമ്പോൾ നമുക്കുണ്ട് കോരി വെക്കാം. പിന്നെ ഇതുണ്ടായിട്ടാ ക്യാരറ്റ് അതും ഇതേമാതിരി ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇനി പിന്നെ ആക്കാമെന്ന് വിചാരിച്ച്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.